പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് ഒരു ഭയങ്കര പ്രശ്നം എൻ്റെ സൺസ്ക്രീൻ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോർമോൺസിൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ റൂംമേറ്റ്, അവൾ നഴ്സിങ്ങിന് പഠിക്കുകയാണ്, അപ്പോൾ അവളുടെ റൂംമേറ്റ്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹോർമോൺസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന കെമിക്കൽസാണ്. ഹലോ, ഈ ഒരു വീഡിയോ സൺസ്ക്രീനിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ ഒരു കാരണവും കൂടിയുണ്ട്. അതായത് ഞാൻ റീസെൻ്റായിട്ട് എങ്ങനെ സ്കിൻ ഗ്ലോ ചെയ്യാമെന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടപ്പം അതിൽ ഞാനൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത്. അത് സത്യമാണ്. കാരണം നമ്മളുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നിങ്ങൾ ഏതൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടേഴ്സ് പറയും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, കാരണം സൺസ്ക്രീനിൻ്റെ പ്രൈമറി ഫങ്ഷൻ തന്നെ നമ്മളുടെ സൺലൈറ്റിൽ നിന്ന് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പക്ഷേ അപ്പം അതിനകത്ത് കുറേ മക്കളുടെ കമൻസ് ഉണ്ടായിരുന്നു. ഞാനിട്ട് ആ വീഡിയോയിൽ ഏതാണ് ബെസ്റ്റ് സൺസ്ക്രീൻ, എങ്ങനെയാണത് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാ എന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. കാരണം ഞാൻ ഉപയോഗിച്ച് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഭയങ്കര ഇങ്ങനെ പെയിൻ്റ് അടിച്ചതുപോലെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവാറുണ്ട്, ചില ആൾക്കാർക്ക് മുഖക്കുരു ഉണ്ടാവാറുണ്ട്, അല്ലെ സ്കിന്ന് ഭയങ്കര ഓയിലി ആവാറുണ്ട് ചില സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഞാൻ സ്കിന്നിൽ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഉപയോഗിക്കാറില്ല. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുരു വരും, അതുകൊണ്ട്. പക്ഷേ എൻ്റെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു മാറ്റ് ഫിനിഷ് ഉണ്ടാവാറുണ്ട് എൻ്റെ സ്കിന്നിൽ. അപ്പോൾ എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് ഒരു ഭയങ്കര പ്രശ്നം എൻ്റെ സൺസ്ക്രീൻ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട എന്നുകൂടെ പറയാനും, പിന്നെ നിങ്ങളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾ കൂടെ പറയാനാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ UV ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനാണ്. അത് തന്നെ അൾട്രാ വയലറ്റ് റേസ് നമുക്ക് 2 തരത്തിലുണ്ട്, UVA റേസും ഉണ്ട്, UVB റേസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ നമുക്ക് എന്താണ് സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത്രയും കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ UV ഡോക്സിൻ്റെ സിലിക്കൺ സൺസ്ക്രീൻ ജെല്ലാണ്. അപ്പോൾ ഇതൊരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഓയിലി ആകുന്നതോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടൊരു ഫീലും അങ്ങനത്തെ ഒന്നും ഉണ്ടാകാത്തൊരു നല്ല സൺസ്ക്രീൻ ആയിരുന്നു. ഞാൻ 3 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനാണ്. അപ്പോൾ ഇതെനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഖത്തറിലുള്ളതുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാതെ ആവുമെന്ന് കരുതിയിട്ട് ഞാൻ സ്റ്റോക്കൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു സങ്കടം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് അതൊരു SPF 50 ഉള്ള സൺസ്ക്രീൻ ആണോ എന്ന് നോക്കണം. SPF 50 ആണ് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക നമ്മൾ സൺലൈറ്റിലൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ SPF 30 ഒക്കെ ഉള്ളത് മതിയാവും. പക്ഷേ പുറത്ത് പോകുന്നുണ്ട് SPF 50 വേണം. പിന്നെ നിങ്ങൾക്കൊരു PA കാണാം. ഇത് നമ്മളുടെ UVA റേസിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രേഡാണ്. അത് 3+ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതാണ് PA++ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് ബ്രോഡ് സ്പെക്ട്രം ആണോ എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇത് ബ്രോഡ് സ്പെക്ട്രമാണ്. അതായത് UVA റേസിനെയും UVB റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ 4മതായിട്ട് നമ്മൾ നോക്കേണ്ടത് നോൺ കൊമഡോജനിക് ആണോ എന്ന്. അതായത് ഇതിൽ നിങ്ങൾക്ക് അതും കാണാം, ഇത് നോൺ കൊമഡോജനിക് ആണ്. അതായത് നമ്മൾ സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സിനെ ഒന്നും എന്ത് ചെയ്യില്ല, ക്ലോഗ് ചെയ്യില്ല. അങ്ങനെ ക്ലോഗ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സ്കിന്നിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടാക്കാനും പിന്നെ കുരുവൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള കാരണമാകും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓയിൽ ഫ്രീ ആണ്, മാറ്റ് ഫിനിഷ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആകുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും സ്വെറ്റ് ചെയ്യും. അപ്പോൾ സ്വെറ്റ് ചെയ്യുമ്പോൾ ഈ സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇത് വേഗം ഒലിച്ചു പോകും, പിന്നെ അതുകൊണ്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. അപ്പം ഇതൊക്കെ കൊണ്ടായിരുന്നു ഞാനിത് ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതും. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ സൺസ്ക്രീൻ. എനിക്കിത് ഭയങ്കര ബെസ്റ്റ് സൺസ്ക്രീൻ ആയിട്ട് ഞാൻ, എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഇത് യൂസ് ചെയ്യാറുണ്ട്. അവരെയൊക്കെ കൊണ്ട് ഞാൻ ഇത് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല സൺസ്ക്രീൻ ആണല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ പ്രശ്നം പറ്റിയത് അവിടെയല്ല. അപ്പോൾ ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നത് ഈ സാധനങ്ങളാണ് നോക്കേണ്ടതെന്നാണ്.
അപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ അനിയത്തി, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ പറഞ്ഞു തരുമോ, ഈ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോർമോൺസിൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ റൂംമേറ്റ്, അവൾ നഴ്സിങ്ങിന് പഠിക്കുകയാണ്, അപ്പോൾ അവളുടെ റൂംമേറ്റ്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഹോർമോൺ പ്രശ്നം ഉണ്ടാവുമോ, പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ കുറേ നോക്കി. ഞാൻ പറഞ്ഞു, മോളെ ഇതുവരെ ചേച്ചി അങ്ങനെ കേട്ടിട്ടില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുമില്ല. അതിനിടയ്ക്ക് എൻ്റെ ഒരു ചേച്ചീനോട് ഞാനിങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചേച്ചി എനിക്കിങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ എന്തൊരു റീൽ അയച്ചു, ഇങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഹോർമോണിന് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2 പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചപ്പം ഞാനും ഇങ്ങനെ കരുതി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇതിൽ റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആക്ച്വലി സൺസ്ക്രീൻസ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മിനറൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ, രണ്ടാമത്തത് കെമിക്കൽ സൺസ്ക്രീൻ. അപ്പം ഇതിൽ മിനറൽ സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സ്കിന്നിൽ ഒരു പുറമേ ഒരു ലെയർ പോലെ നിൽക്കുള്ളൂ, നമ്മുടെ ബ്ലഡിലേക്ക് ഈ കെമിക്കൽസ് എൻ്റർ ചെയ്യില്ല. ഓക്കെ, ഫിസിക്കലിലുള്ള പ്രൊട്ടക്ഷനാണ് മിനറൽ സൺസ്ക്രീൻസ് നമുക്ക് തരിക. ആ മിനറൽ സൺസ്ക്രീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനിതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മിനറൽ സൺസ്ക്രീൻ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഓക്സൈഡും അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡും ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് കെമിക്കൽ സൺസ്ക്രീൻ? കെമിക്കൽ സൺസ്ക്രീൻസ് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ ഈ ട്യൂബിൻ്റെ ഇവിടെ മാത്രം നോക്കിയാൽ പോരാ, ഇതിൻ്റെ പിന്നിലേക്ക് വരിക, എന്നിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും മിനിമം ഉള്ള സാധനവും ഏറ്റവും ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതായിരിക്കും അതിൽ ഏറ്റവും കൂടുതലുള്ള സാധനം. ഈ എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഓർഡർ അതിനനുസരിച്ചാണ്. ഏറ്റവും കൂടുതലുള്ള അളവിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരുന്ന അളവിലേക്കാണ് ഈ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സൺസ്ക്രീൻ നിങ്ങൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹോർമോൺസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന കെമിക്കൽസാണ്. അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. പ്രത്യേകിച്ച് ഫീമെയിൽസിൽ ഈസ്ട്രജൻ ഹോർമോണിനും മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനും പ്രശ്നം ഉണ്ടാക്കും. ആൻഡ് ഇതിൽ ചില കെമിക്കൽസ് തൈറോയിഡ് ഹോർമോണിന് വരെ പ്രശ്നം ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെത്തോക്സിസിനമേറ്റ് ആണ്, രണ്ടാമത്തത് അവോബെൻസോൺ, മൂന്നാമത്തത് ഓക്സിബെൻസോൺ, പിന്നെ ഇതിൻ്റെ വേറൊരു പേര് കൂടെ ഉണ്ട്. ഈ മെത്തോക്സിസിനമേറ്റിനെ നമ്മൾ കരുതും മെത്തോക്സിസിനമേറ്റ് ഇല്ലയെന്ന് കണ്ടാൽ നമ്മൾ ഇല്ലയെന്ന് കരുതും, പക്ഷേ അതിന് വേറൊരു പേര് കൂടി ഉള്ളത് ഓക്ടിനോക്സേറ്റ് എന്ന് പറഞ്ഞൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പേരുകൾ മാറ്റി തരാം. ഓക്കെ, പിന്നെ ഫ്രാഗ്രൻസ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് ഉണ്ട്, പക്ഷേ അത് ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും മിനിമം ആണ് നമുക്ക് കരുതാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇതിൻ്റെ അകത്ത് 3ാമത്തെ റോയില് ഓക്ടൈൽ മെത്തോക്സിസിനമേറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അതായത് ഹോർമോൺ ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കെമിക്കലാണ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് വളരെ ടെൻഷനായത്. കാരണം ഈ 3 ട്യൂബുകൾ ഞാനിനി എന്ത് ചെയ്യും? ഓക്കെ, ഇതിനകത്ത് ആ കെമിക്കലുണ്ട്, ഹോർമോൺ ഡിസ്ട്രപ്റ്ററാണ്. അപ്പം നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഞാൻ ഈ പറയുന്ന കെമിക്കൽസ് നിങ്ങളുടെ സൺസ്ക്രീനിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കെമിക്കൽ സൺസ്ക്രീനാണ്. ഓക്കെ, അത് ഹോർമോൺ ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. സോ ഇങ്ങനത്തെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്, ഫുൾ സേഫ്. ഓക്കെ, ഭയങ്കര ഡാമേജ് വരുത്തോ അങ്ങനെ ഹ്യൂമൻസിൽ നടന്നിട്ടുള്ള സ്റ്റഡീസ് വളരെ കുറവാണ്. പക്ഷേ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെമിക്കൽസ് ഉള്ള സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് മിക്സ് ആവും. ആൻഡ് ഇത് ബ്ലഡിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള സൺസ്ക്രീൻസ്, ഈ കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ ബ്ലഡിൽ, യൂറിനിൽ ആൻഡ് പ്രഗ്നൻറ്റ് മദേഴ്സ് ഉപയോഗിച്ചവരുടെ ബ്രസ്റ്റ് മിൽക്കിൽ പോലും ഈ കെമിക്കൽസ് എത്തുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കൽസിന് അവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഹോർമോൺസ് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഭയങ്കര സേഫായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോൺ ഡിസ്ട്രപ്റ്റ് ചെയ്യാത്ത സൺസ്ക്രീൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ടൈറ്റാനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ഒക്കെ ഇല്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ഉണ്ട്, പക്ഷേ അത് ഒരു 5ാമത്തെയോ 6ാമത്തെയോ ഒക്കെ റോലാണ്. അതായത് അത്രയും ലോ എമൗണ്ടിലാണുള്ളത്. 3ാമത്തെ റോലാണ് ഞാൻ പറഞ്ഞ കെമിക്കലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നോക്കുക, മിനറൽ സൺസ്ക്രീൻ ആണോ നോക്കുക, അതിൽ തന്നെ ഈ കെമിക്കൽസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം നമ്മുടെ മാർക്കറ്റിൽ
ഇപ്പോൾ ഒരുപാട് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ആൻഡ് പലതും ഞാനത് പേരെടുത്ത് പറയുന്നില്ല. പല സൺസ്ക്രീൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം നോക്കുമ്പം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും മിനറൽ സൺസ്ക്രീൻ എന്ന് പേരുണ്ടാവും. പക്ഷേ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ആ കെമിക്കൽസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും മിനറൽ സൺസ്ക്രീൻ അല്ല, അതൊരു ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. കെമിക്കൽസും ഉണ്ട് മിനറൽസും ഉണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പം ഈ മിനറൽ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ചില സൺസ്ക്രീൻസ് പോലും കെമിക്കൽസ് മിക്സ്ഡ് ആണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇതിൽ തന്നെ ഞാനിപ്പോൾ ഞാൻ നോക്കിയതിൽ, ഞാൻ റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചതിൽ ഞാൻ കുറച്ച് മിനറൽ സൺസ്ക്രീൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ ഇപ്പോൾ ഓരോ കൺട്രി മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരും. അപ്പം ഞാൻ പറയുന്നത് ഞാനിവിടെ വെച്ച് ഞാനൊന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസിൽ ഈ കെമിക്കൽസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യാം. വീണ്ടും പറയുന്നു, ഓക്സിബെൻസോൺ, അവോബെൻസോൺ, മെത്തോക്സി സിനമേറ്റ് അല്ലെങ്കിൽ ഓക്ടിനോക്സേറ്റ്, ഈ കെമിക്കൽസ് ഇല്ലാത്തത് വാങ്ങിക്കാം. ക്ലിയർ? അത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ സേഫാണെന്ന് കരുതാം. ഞാനപ്പം ഇത് അറിഞ്ഞ ദിവസം ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. ദൈവമേ, 3 വർഷമായിട്ട് ഇതന്നെയാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് ഞാൻ കുറേ ഇങ്ങനെ ചെക്കൊക്കെ ചെയ്തു. മുഖത്ത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, 3 വർഷമായ കുഴപ്പമുണ്ടോ? ഞാൻ വെച്ചാൽ ലോങ് ടേം യൂസ് അല്ലേ, ഒരു 10-15 വർഷമൊക്കെ ഉപയോഗിച്ചാലായിരിക്കും പ്രശ്നമെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ ചെറിയ എമൗണ്ടിൽ ബ്ലഡിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഓവർ ടൈം അതിൻ്റെ എഫക്റ്റ് കൂടും എന്നാണ് മനസ്സിലായത്. പക്ഷെ കഴിഞ്ഞില്ലേ, നമ്മളിനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞ് ഇപ്പോൾ ഒരു 2 ആഴ്ചയാണോ 1 ആഴ്ചയാണോ എന്നാണ് ഓർമ്മയില്ല. അതിനുശേഷം ഞാനിപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഈ പറഞ്ഞ സാധനങ്ങൾ ഏതെങ്കിലും എനിക്ക് വാങ്ങിക്കണം. അതിനുശേഷം ഈ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി അത്യാവശ്യം വരികയാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാമെന്നല്ലാതെ പിന്നെ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായതിൽ നിന്നുള്ള കുറച്ച് മിനറൽ സൺസ്ക്രീൻസ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇത് വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എനിക്ക് മനസ്സിലായതിൽ നിന്ന് കുറച്ച് സൺസ്ക്രീൻസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആൻഡ് നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ഇപ്പം ബോയ്സ് ആയിക്കോട്ടെ ഫീമെയിൽസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആരുടെയും ഫ്രണ്ട്സ് സൺസ്ക്രീൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഞാൻ വാങ്ങിച്ചതുപോലെ ഇങ്ങനെ 3 ട്യൂബൊന്നും വാങ്ങിച്ച് വെറുതെ സ്റ്റോക്ക് ചെയ്ത് അബദ്ധത്തിലാവണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ആരെങ്കിലും ഇത്രയും കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അയ്യോ എൻ്റെ ഹോർമോൺസ് ഡിസ്ട്രപ്റ്റ് ആയോ എന്ന് കരുതിന് ടെൻഷൻ അടിക്കണ്ട. കഴിഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് വീണ്ടും വീക്ക് ആവുകയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഞാൻ ഏതൊക്കെയാണ് ബെസ്റ്റ് സൺസ്ക്രീൻ ഇവിടെ ഫോട്ടോ വെച്ച് കാണിച്ചു തരാം. ഇതിൽ ഞാൻ നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു സൺസ്ക്രീൻ, ഒരു ഗ്യാബിറ്റ് സൺസ്ക്രീൻ. അത് 100% മിനറൽ സൺസ്ക്രീൻ ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുക. ഇനി മറ്റൊന്നുള്ളത് അരോമ മാജിക്കിൻ്റെ സൺബ്ലോക്ക് ലോഷനാണ്. അത് 3 ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഓൾ സ്കിൻ ടൈപ്സിനുണ്ട്, ഓയിലി ഉണ്ട്, ഡ്രൈ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, ഓക്കെ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഈ നമുക്കിപ്പം നൈക്ക പോലത്തെ, ഇപ്പം നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നൈക്ക പോലത്തെ എന്താ പറയുക, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക. കാരണം അതൊക്കെ കുറച്ചുകൂടി കോസ്മെറ്റിക്സ് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൈറ്റാണ് നൈക്ക. പിന്നെ പേർപ്പിളൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കോസ്മെറ്റിക്സ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡ്യൂപ്പ് ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുക. ഓക്കെ, പിന്നെ എർത്ത് റിതം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് തന്നെ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നൈക്കയുടെ സൈറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മിനറൽ സൺസ്ക്രീൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു സൺസ്കൂപ്പിൻ്റെ ജെൽ സൺസ്ക്രീൻ, അതും ഈ പറയുന്ന പോലെ മിനറൽ സൺസ്ക്രീൻ ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുക. ഇതിൽ ഗ്യാബിറ്റും അരോമ മാജിക്കും
ഞാൻ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് ഈ പറയുന്ന കെമിക്കൽസ് ഇല്ലായിരുന്നു. ഓക്കെ, ബാക്കിയുള്ളത് മറ്റേത് രണ്ടും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുക. അതിൽ ഞാൻ ആദ്യം തന്നെ വേറെ കുറേ സൺസ്ക്രീൻസ്, അതായത് ഈ പറയുന്ന കൂട്ട് എന്താ ഒരു ന്യൂട്രോജനയുടെയൊക്കെ മിനറൽ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോഴാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് മിനറൽ സൺസ്ക്രീൻ എന്നാണ്, പക്ഷേ ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഞാൻ പോലും വാങ്ങിക്കണം എന്ന് കരുതിയതാണ്. കാരണം എൻ്റെ ഈ 3 സൺസ്ക്രീൻസ് ഫെയിലിയർ ആയതുകൊണ്ട്, ഈ സെയിം സാധനമാണ് പക്ഷേ ഇത് ഫെയിലിയർ ആയതുകൊണ്ട് ഞാനും വാങ്ങിക്കണം എന്ന് കരുതിയതായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ കെമിക്കൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ന്യൂട്രോജനിയും ക്യാൻസലായി. ഞാനിപ്പോൾ വാങ്ങണം എന്ന് കരുതിയിരിക്കുന്നത് ഗ്യാബിറ്റാണ്. പക്ഷെ അത് ഇന്ത്യൻ മാർക്കറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇവിടെ ഇല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിപ്പിക്കണം എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇത് പ്രൊമോഷനല്ല. ഇൻഗ്രീഡിയൻസ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാങ്ങാവുള്ളൂ. ആ കെമിക്കൽസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. മെയിൽസിലായാലും നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സും കസിൻസ് ആരെങ്കിലുമൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഈ കെമിക്കൽസ് ഇല്ലാത്തത് വാങ്ങിക്കും. ഓക്കെ.